യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6 അധ്യായം 53 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് ജീവനില്ല എന്നാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആരെങ്കിലും അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ആയതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ രോഗികളാകും, ദുർബലരാകും, മരണത്തിന് കാരണമായി മാറും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും വിചാരത്തിലുമെല്ലാം നമ്മുടെ യേശുവിനെ മഹത്വപ്പെടുത്തി ദൈവമക്കളായി ജീവിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ജീവിക്കാം. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഓരോ വ്യക്തികളും പറയുമാറാകട്ടെ. അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവമക്കളായി നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മളെ എല്ലാം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.